ജനുവരി 20 വരെ ചൈനീസ് സംരംഭകനായ ലിയാങ് വെൻഫെങ്ങിനെ അധികമാർക്കും അറിയുമായിരുന്നില്ല. നിർമ്മിത ബുദ്ധിയിൽ തങ്ങളെ വെല്ലാൻ ആരുമില്ലെന്ന് കരുതിയ അമേരിക്കൻ ടെക് ഭീമന്മാരെ പോലും വിറപ്പിച്ച് ദിവസങ്ങൾ കൊണ്ടാണ് വെൻഫെങ് ലോകത്തിന്റെ നെറുകയിലെത്തിയത്. ഡീപ്സീക്കിനു പിന്നിലെ ബുദ്ധികേന്ദ്രമാണ് 39-കാരനായ വെൻഫെങ്. ലോകത്തെപ്പറ്റി ഒട്ടുമിക്ക കാര്യങ്ങളും പറയുന്ന ഡീപ്സീക്ക് പക്ഷേ ചില കാര്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകില്ലെന്നാണ് ആക്ഷേപം. അമേരിക്കയെ പ്രതിസന്ധിയിലാക്കിയ സാങ്കേതിക വിദ്യ വികസിപ്പിച്ച ലിയാങ് വെൻഫെങ് ചൈനയിൽ താരമാണിന്ന്. സർക്കാരും ജനങ്ങളും ലോകത്തുടനീളമുള്ളവരും ഇപ്പോൾ വെൻഫെങ്ങിനെ പറ്റി ചർച്ച ചെയ്യുന്നു. ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്വാങ്ങിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ദേശീയ പരിപാടിയിലേക്ക് അദ്ദേഹത്തിന് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. 2023 മുതൽ AI മോഡലുകൾ വികസിപ്പിച്ചു വരുന്ന കമ്പനിയാണ് ഡീപ്സീക്ക്. എങ്കിലും ഇക്കൊല്ലമാണ് ആഗോളതലത്തിൽ പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്ത് ശ്രദ്ധ പിടിച്ചുപറ്റിയത്. 2015 ചൈനയിലെ ഹാങ്ഷുവിൽ സ്ഥാപിച്ച ഹൈഫ്ലയർ എന്ന കമ്പനിയുടെ സഹസ്ഥാപകനാണ് വെൻഫെങ്. 2023 ഡീപ്സീക്ക് സ്ഥാപിച്ചു. ചൈനയ്ക്കെതിരെ അമേരിക്ക AI ചിപ്പ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് മുമ്പേ എൻവിഡിയ എന്ന കമ്പനിയിൽ നിന്ന് ഗണ്യമായ എണ്ണം ചിപ്പുകൾ വെൻഫെങ്ങിന്റെ നേതൃത്വത്തിൽ വാങ്ങി സൂക്ഷിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അവയെ വില കുറഞ്ഞ ചിപ്പുകളുമായി സംയോജിപ്പിച്ചാണ് ഡീപ്സീക്ക് ചാറ്റ്ബോട്ട് തയ്യാറാക്കിയത്. ഇതാണ് കുറഞ്ഞ വിലയിൽ ശക്തമായ മോഡൽ വികസിപ്പിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത്. AI ഗെയിമിംഗ് അടക്കമുള്ളവയ്ക്കായി ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റുകളും സോഫ്റ്റ്വെയറുകളും മറ്റു സേവനങ്ങളും വിൽപ്പന നടത്തുന്ന അമേരിക്കൻ കമ്പനിയാണ് എൻവിഡിയ. എതിരാളികളുമായുള്ള മത്സരശേഷി ഡീപ്സീക്കിനെ ആളുകൾ ഏറ്റെടുക്കാൻ പ്രധാന കാരണമായി. അമേരിക്കയിൽ ChatGPT വികസിപ്പിക്കാൻ ബില്യണുകൾ ചെലവിട്ട സ്ഥാനത്താണിത്. അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ രംഗത്ത് ചെറിയ ബജറ്റുകളിൽ പോലും പുരോഗതി കൈവരിക്കാൻ കഴിയുമെന്ന് ലിയാങ് വെൻഫെങ് തെളിയിച്ചത് അമേരിക്കൻ ടെക് ഭീമന്മാർക്ക് വെല്ലുവിളിയായി. ഭാവിയിൽ വൻ തുകയിട്ട പദ്ധതികൾ അമേരിക്കൻ കമ്പനികൾ ആസൂത്രണം ചെയ്യുന്നതിനിടെ ഡീപ്സീക്കിന്റെ വരവ് ആഗോള സാമ്പത്തിക വിപണികളെ പിടിച്ചുകുലുക്കുമെന്ന് ഉറപ്പാണ്. ലോകത്തെപ്പറ്റി ഒട്ടുമിക്ക കാര്യങ്ങളും പറയുന്ന ഡീപ്സീക്ക് പക്ഷേ ചില കാര്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകില്ല. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിനു പിന്നിൽ ആരുടേതാണ് വീഴ്ച, എന്തായിരുന്നു യുദ്ധത്തിന് കാരണം എന്നൊക്കെ ചോദിച്ചാൽ ഡീപ്സീക്ക് മൗനത്തിലാകും. പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ കുറിച്ച് ചോദിച്ചാൽ ഉത്തരം വളരെ കരുതലോടെയായിരിക്കും. ചൈനയെക്കുറിച്ച് നല്ലതു മാത്രമേ പറയൂ എന്ന പിടിവാശിയുള്ള ഡീപ്സീക്കിനോട് 1989 ടിയാനൻമെൻ സ്ക്വയർ കൂട്ടക്കൊലയെക്കുറിച്ച് ചോദിച്ചാൽ ഡീപ്പായ മൗനത്തിലാകും. അരുണാചലിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം എന്നാണ് മറുപടി. ഡീപ്സീക്കിനോട് സ്ഥാപകൻ ലിയാങ് വെൻഫെങ്ങിന്റെ വ്യക്തിവിവരങ്ങൾ ആരാഞ്ഞപ്പോഴും മറുപടി നൽകാൻ വിസമ്മതിച്ചു. ലിയാങ് വെൻഫെങ്ങിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമോ വിദ്യാഭ്യാസ ചരിത്രമോ ഉൾപ്പെടെ പൊതുവായ വിവരങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ ലഭ്യമല്ല എന്നാണ് മറുപടി. സ്വകാര്യ നയതന്ത്ര വിവരങ്ങൾ ചോർത്തുന്നു എന്ന റിപ്പോർട്ടിനെ തുടർന്ന് ഇന്ത്യ ഡീപ്സീക്കിനോടുള്ള നിരീക്ഷണം ശക്തമാക്കി. യൂറോപ്യൻ ഉപഭോക്തൃ അവകാശ സംരക്ഷണ കൂട്ടായ്മയായ യൂറോ കൺസ്യൂമറിൽ ചൈനീസ് ആപ്പിനെതിരെ നിരവധി പരാതികളാണ് ലഭിച്ചത്. ഭാവിയിൽ ഡീപ്സീക്ക് വഴി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാൻ ചൈന ശ്രമിച്ചേക്കാമെന്നാണ് സാങ്കേതിക വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്.